കിടങ്ങും ഇതൊക്കെ കണ്ടിട്ട് അമ്പരന്ന് പോയി. കാരണം ആദ്യമായിട്ടാണ് അവർ അങ്ങനത്തെ ഒരു യുദ്ധമുറ കാണുന്നത്. അങ്ങനെ അവര് ഇവിടെ 22 ദിവസത്തോളം ഉപരോധിച്ച് നിന്നാണ്. അവസാനം ഈ മോളിൽ കാണുന്ന ഈ പള്ളിയുണ്ടോ, ഈ കാണുന്ന അവിടെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടെന്റ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ടെന്റ് കെട്ടിക്കൊടുത്ത സ്ഥലമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പള്ളി പണിതിട്ട് അതിന് മസ്ജിദുൽ ഫതഹ് എന്നാണ് പേരിട്ടത്. കാരണം അവിടെ ഇരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായിട്ട് 3 ദിവസം ഇരുന്ന് ദുആ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെട്ട് അള്ളാഹു താല ഈ ശത്രുക്കൾക്കെതിരെ, കിടങ്ങിന്റെ ഇപ്പുറത്തെ ശത്രുക്കളാണല്ലോ, അവർക്കെതിരിൽ അള്ളാഹു ഭയങ്കരമായ മഴയും കൊടുങ്കാറ്റും ഒക്കെ അയച്ചിട്ട് ഇവിടെയും നബികൾ ഇരുന്ന് ദുആ ചെയ്ത സ്ഥലമാണ്. അങ്ങനെ ഒരു ബുധനാഴ്ച നിരന്തരം ദുആ ചെയ്ത് 3 ദിവസം ദുആ ചെയ്ത് കരഞ്ഞ് ദുആ ചെയ്തു എന്നാണ്. അങ്ങനെ 3-ാമത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ് അള്ളാഹു ദുആ സ്വീകരിച്ച് ഇവർക്കെതിരിൽ ഭയങ്കര മഴയും കൊടുങ്കാറ്റും ഒക്കെ അയച്ച് അവരുടെ ടെന്റ് എല്ലാം പറന്നുപോയി. അങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ പോകുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീട്, റോഡ് ഒക്കെ വന്നിട്ട് നമ്മൾ ഈ കിടങ്ങിന്റെ മുകളിൽ കൂടെ ആയി പോകുന്നത്. ഒരു പാറ സഹാബാക്കൾ അത്ര ശ്രമിച്ചിട്ടും പൊട്ടാതെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നബി ഞങ്ങൾ പിക്കാസ് വാങ്ങിച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞൊരു കൊത്തിയപ്പോഴേ കുറച്ച് പൊട്ടി, അതിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ വന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റോം ഇസ്ലാമിന് കീഴടങ്ങി, അത് ഈ പ്രകാശത്തിലൂടെ കാണുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അങ്ങനെ 3 പ്രാവശ്യം, ഓരോ പ്രാവശ്യം പേർഷ്യ കീഴടങ്ങുന്നു, യമൻ കീഴടങ്ങുന്നു. അതേ തർത്തീബിൽ തന്നെയാണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഈ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് വരുന്നത്. ഇവിടെ കിടങ്ങ് നിർത്തിയിട്ട് പിന്നെ ഈ മലയുടെ അപ്പുറത്തുനിന്ന് വീണ്ടും തുടങ്ങിയാണ് അങ്ങനെ ഉഹദിന്റെ അഭാവം വരെ പോയത്. തുർക്കിയുടെ ഇസ്തംബൂളിൽ നിന്ന് ഡമാസ്കസ് വഴി മദീനയിലേക്കൊരു റെയിൽവേ ഉണ്ടായിരുന്നു, ഹിജാസ് റെയിൽവേ എന്നാണ്. 3600 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. 2 കൊല്ലത്തോളം അത് ഉപയോഗിച്ചു കേട്ടോ. പിന്നീട് ഈ മറ്റേ ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാര് ഈ സ്ഥലങ്ങളൊക്കെ, അറബ് ദേശങ്ങളൊക്കെ കുറച്ച് പിടിച്ചെടുത്തല്ലോ. അപ്പൊ അന്ന് അവന്മാരാണ് ഈ റെയിൽവേ ലൈൻ നശിപ്പിച്ചത്. ഈ അറബികൾക്ക് തന്നെ പൈസ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ, ഇസ്ലാമിന് ഡെവലപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ബ്രിട്ടീഷുകാരില്ല തുർക്കിന്ന് മദീനത്തേക്ക് റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരു അത്ഭുതമാണല്ലേ അന്ന കാലത്ത്. അപ്പൊ ഇപ്പൊ എന്തായാലും കാണിച്ചുതരാം. ഇത് മസ്ജിദ് സുഖിയ എന്ന് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട്. ബദറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെയാണ് ഒരുമിച്ച് കൂടി. ഇവിടെ നിന്നാണ് ആളെ സെലക്ട് ചെയ്തൊക്കെ പോയത്. ഒരു സഹാബി പയ്യൻ വന്നിട്ട് വിരലിൽ ഇങ്ങനെ പൊന്തി നിന്നിട്ട് വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി, സെലക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം കണ്ടുപിടിച്ച് പറഞ്ഞയച്ചപ്പം കരയുകയും അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുകയൊക്കെ ചെയ്തില്ലേ. ഉമൈർ ബിൻ അബി വക്കാസ്, സാദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അന്നത്തെ ട്രെയിനാണ് അവിടെ കാണുന്നത്. ട്രെയിന് ബോഗിയൊക്കെ മരം കൊണ്ടാ, മരം കൊണ്ടുള്ള ബോഗിയാണ്. മരമായിരിക്കും അതല്ല, ഇത്രയും കൊല്ലമായിട്ട് എഞ്ചിനതാ മുന്നില്. എഞ്ചിനിലേക്ക് കൽക്കരി കത്തിച്ച സ്ഥലം മദായിൻ സാലിഹയില്, ഇവിടുന്ന് 400 കിലോമീറ്റർ അപ്പുറത്ത് മദായിൻ സാലിഹയില് ഈ ഇതുണ്ട്, ഈ ഒരു റെയിൽവേ സ്റ്റേഷന് ബാക്കിയുണ്ട്, ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ പക്ഷേ ഇപ്പൊ കയറണമെങ്കിൽ 95 റിയാൽ ടിക്കറ്റാണ് സ്റ്റേഷന്റെ ബാക്കിയായിട്ട്. അതും കാണാം. പിന്നെ ഈ അല്ലദീന ജാബ സഖ്റ ബിൽ വാദ് എന്ന് പറഞ്ഞില്ലേ, മറ്റേ സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത പാറ തുറന്ന് വീടുണ്ടാക്കിയ, അതൊക്കെ കാണാം. 95 റിയാല് ടിക്കറ്റ് എടുത്താല്. മായിസ് റളിയല്ലാഹു അൻഹു അസ്ലമി ഗോത്രക്കാരനായിരുന്നു. അതായത് അദ്ദേഹം ഇങ്ങോട്ട് വന്ന് നബികളോട് പറഞ്ഞാണ്, അതായത് വിവാഹിതരായ ആൾക്കാർ സിന ചെയ്താല് നബികളുടെ അടുത്ത് 3 പ്രാവശ്യം വന്ന് പറഞ്ഞു. ആദ്യം നിരസിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ നബികളെ മുഖം തിരിച്ചു കളഞ്ഞു. 3 പ്രാവശ്യം മുഖം തിരിച്ചു കളഞ്ഞു. 4ാമത്തെ പ്രാവശ്യം വന്ന് പറഞ്ഞപ്പോഴാണ് നബികൾ സഹാബാക്കളോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോന്ന് നോക്കാൻ പറഞ്ഞു, മസ്ത് വല്ല കള്ളു പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അല്ല നോർമലാണെന്ന് പറഞ്ഞപ്പോൾ ആണ് പിന്നെ ഇത് ഓർഡർ കൊടുത്തത് ശിക്ഷ നടപ്പാക്കാൻ.
4 പ്രാവശ്യം സമ്മതിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ. അങ്ങനെ ശിക്ഷ നടപ്പാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരു അല്പം രക്തം ഒരു സഹാബിയുടെ ദേഹത്ത് തെറിച്ച് വീണപ്പം ചീത്ത പറഞ്ഞു. നബിയുടെ മുഖം വിവരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ദേഹം ഇദ്ദേഹം ചെയ്ത കഠിനമായ തൗബ ഉണ്ടല്ലോ, ഈ മദീന നിവാസികൾക്ക് മൊത്തം വീതിച്ചു കൊടുത്താലും എല്ലാവർക്കും അത് മതിയാവുമെന്ന് പറഞ്ഞു. അത്രയും കഠിനമായ തൗബ ചെയ്ത ആളാണെന്ന് പറഞ്ഞു ഇദ്ദേഹം. മാത്രമല്ല അദ്ദേഹം സ്വർഗത്തിലെ നദിയിലൂടെ നീന്തി തുടിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം തൗബ കൊണ്ട് ഉയർന്ന ദർജയിലേക്ക് എത്തിയ സഹാബിയാണ് അദ്ദേഹം. സൽമാൻ അൽ ഫാരിസി, ബീറുൽ ഫക്കീർ എന്നും പറയും ഇതിന്റെ സംഭവം എന്താന്ന് വെച്ചാല്, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിന്റെ വലിയ ചരിത്രമാണല്ലോ. അദ്ദേഹം ഫാരിസി എന്ന് പറഞ്ഞാൽ പേർഷ്യ, ഇന്നത്തെ ഇറാനിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് അവിടെ എല്ലാവരും ഈ മജൂസികളാണ്, ഈ അഗ്നി ആരാധകരാണ് ചെറുപ്പം മുതലേ. പക്ഷെ ഇദ്ദേഹത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സത്യം തേടി ഇദ്ദേഹം ഇറങ്ങിയപ്പോൾ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നു. അങ്ങനെ വീട് വിട്ടിറങ്ങി പോയി തൗറാത്തും ഇഞ്ചീലും ഒക്കെ പഠിക്കുന്ന ആവശ്യത്തിനാണ് ഷാമിൽ പോയത്. അവിടെ വലിയ ഇതിന്റെ പണ്ഡിതന്മാരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ പോയി അവരുടെ അടുത്ത് പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് അവസാനത്തെ നബിയുടെ അടയാളങ്ങൾ വരുന്ന കാലഘട്ടം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട്. അങ്ങനെ ഇദ്ദേഹം മനസ്സിലാക്കി വലിയ താമസമില്ലാതെ അവസാനത്തെ നബി വരാൻ സാധ്യതയുണ്ട്, അത് യസ്രിബിലാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലായി. യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീനയുടെ ആദ്യത്തെ പേര്. അങ്ങനെ അദ്ദേഹം ഷാമിൽ നിൽക്കുമ്പോൾ, ഇവിടെ വരാൻ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു കാഫില കച്ചവട സംഘം അവിടെ ചെല്ലുകയും അവരെ പരിചയപ്പെട്ട് അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി. യസ്രിബ് വഴിയാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കി, എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനുള്ള തുകയൊക്കെ തരാമെന്ന് പറഞ്ഞ് എല്ലാം എഗ്രിമെന്റ് ആക്കി. അങ്ങനെ എഗ്രിമെന്റ് അനുസരിച്ച് അവർ കൊണ്ടുവന്നു. പക്ഷേ യസ്രിബില് ചന്തയിൽ വന്നപ്പം, ഇവിടുത്തെ ചന്തയിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിനെ കൊള്ളയടിച്ച് എല്ലാ സാധനങ്ങളും പിടിച്ച് വാങ്ങിയിട്ട് ഇദ്ദേഹത്തിനെ പിടിച്ച് അടിമയാക്കി വിറ്റ് കളഞ്ഞു. അങ്ങനെയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടിമയാകുന്നത്. പിന്നീട് ഈ തോട്ടത്തിന്റെ ഉടമസ്ഥൻ, അതായത് ഈ കിണറിന്റെ ചുറ്റും ഉള്ള ആയിരുന്നു തോട്ടം. ഇപ്പൊ ഈ സ്കൂളൊക്കെ വന്നതാണ്. ആ തോട്ടത്തിൽ കുറച്ച് ബാക്കിയുള്ള സ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായ ഒരു ജൂതൻ വാങ്ങി ഇവിടെ അടിമയാക്കി ജോലിക്ക് വെച്ചു. അപ്പോഴും അദ്ദേഹത്തിന് യസ്രിബിലാണെന്നുള്ള ഒരു സമാധാനമുണ്ട്, അവസാനത്തെ നബി വന്നാൽ കണ്ടുമുട്ടാമല്ലോ എന്നുള്ള. അങ്ങനെ നിൽക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കുബൈൽ ഹിജ്റ ചെയ്ത് വന്ന വാർത്ത അറിയുകയും ഇദ്ദേഹം പെട്ടെന്ന് ഓടിപ്പോയി കണ്ട്, നബിയുടെ അവസാനത്തെ നബിയുടെ കുറേ അടയാളങ്ങളുണ്ട്, അതെല്ലാം കണ്ട് മനസ്സിലാക്കി യഥാർത്ഥ നബിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുസ്ലിം ആയതിനു ശേഷം ചുരുക്കത്തിൽ ഇദ്ദേഹത്തിന് ഈ ഇത് കിട്ടാൻ വേണ്ടി, റിലീസ് കിട്ടാൻ വേണ്ടി, അടിമത്ത മോചനം കിട്ടാൻ വേണ്ടി അന്ന് യജമാനന്മാരുമായിട്ട് മോചനപത്രം എഴുതുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. അപ്പൊ ഈ ജൂതനുമായിട്ട് കരാറുണ്ടാക്കി. അപ്പൊ അതില് ജൂതൻ വലിയ കണ്ടീഷൻസ് ഒക്കെയാണ് വെച്ചത്. ജൂതൻ പറഞ്ഞ് 300 ഈത്തപ്പന തൈകൾ വെച്ച് അത് വലുതായി അതിൽ നിന്ന് വിളവെടുക്കാൻ ആരംഭിക്കുമ്പോൾ നിന്നെ മോചിപ്പിക്കാന്ന് പറഞ്ഞു. അതിന് 5 മുതൽ 8 വരെ വർഷം വേണം ഒരു തൈ വലുതായി. അപ്പൊ സൽമാൻ റളിയല്ലാഹു അൻഹു വലിയ സങ്കടമായി, വിഷമമായി. നബി ഞങ്ങളുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു. സഹാബാക്കളുടെ അടുത്ത് പറഞ്ഞ് 300 ഈത്തപ്പന തൈകൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തങ്ങളുടെ തൃക്കരങ്ങൾ കൊണ്ട് ഈ സ്ഥലത്ത് 300 ഈത്തപ്പന തൈകൾ വെച്ചു. ഈ കിണറിന്റെ പരിസരത്താണ് ഈ സ്കൂളൊക്കെ നിൽക്കുന്ന ഭാഗം. ഒരുപക്ഷെ ആ തോട്ടം നിന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ തങ്ങളുടെ മോചിസത്ത് കൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ 5 or 8 വർഷം വേണ്ടത്, ഒരു വർഷത്തിനുള്ളിൽ അത് വിളവെടുപ്പ് ആരംഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം മോചിതനാകുന്നത്. പിന്നെ ഒരു 40 ഊക്കിയ സ്വർണവും വേണമെന്ന് പറഞ്ഞായിരുന്നു. ഒരു സ്വർണം കിട്ടി നബിങ്ങൾക്ക് ഹദിയായിട്ട് കിട്ടിയപ്പോൾ ഒരു മുട്ടയുടെ വലിപ്പത്തിലുള്ള സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അടിമത്തത്തിൽ നിന്ന് മോചിതനാകുന്നത്. മൂപ്പരുടെ പേരിൽ അറിയപ്പെടുന്ന കിണറാണത്. മൂപ്പരുടെ പേരിൽ അറിയപ്പെടുന്ന കിണറും തോട്ടൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതേമാതിരി. പക്ഷെ ഈ മരങ്ങള് വേറെ മരങ്ങളാണ് കേട്ടോ. സ്ഥലം ഇതാണ്. മരങ്ങൾ എന്ന് പറഞ്ഞാല് അതിന്റെ ആയുസ് കഴിയുമ്പോ അത് വെട്ടി വേറെ വെക്കുമല്ലോ. ഭയങ്കര പിന്നെ ദീനിനെതിരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാണ് വന്നതിന്റെ ശേഷം. ഒലമകൾ വന്ന് അനുയായികളൊക്കെ കൂടിയതിനു ശേഷം അവസാനം ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത പൊറുതി മുട്ടി ഭയങ്കര ശല്യമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് സഹാബാക്കൾ അനുവാദം ചോദിച്ചു, കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തയ്യാറായി. അദ്ദേഹം ഒരു റിക്വസ്റ്റ് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത്,
ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഒരു ചെറിയൊരു കള്ളം പറയാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞോളാം പറഞ്ഞു, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പോയി പിന്നെ ശ്രമങ്ങളെ കുറിച്ച് ഇല്ലാത്തൊക്കെ പറഞ്ഞു. ഞങ്ങളിപ്പം വലിയ അനേകളായിട്ട് കൂടിയപ്പം ഞങ്ങളുടെ അടുത്ത് സക്കാത്ത് വേണം, അത് വേണം, ഇത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് പിരിക്കാൻ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ സിമ്പതി പിടിച്ചു വെച്ചാൻ വേണ്ടി. അങ്ങനെ പിന്നെ അദ്ദേഹം വന്ന് അവിടെ ഭയങ്കര പാറാവുകാരൊക്കെ ഉള്ള അകത്തോട്ട് കയറ്റി വിടത്തില്ല. അപ്പൊ അവിടെ നിന്ന് അനുവാദമൊക്കെ ചോദിച്ചു. ഇതേപോലെ മുഹമ്മദിന്റെ ആൾക്കാരാണ്, അവിടുന്ന് തെറ്റി വരികയാണ്, ഞങ്ങൾക്ക് സാഹിബിനെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് വന്നേ. ഭയങ്കര പുകഴ്ത്തിയൊക്കെ അടിച്ച് കയറ്റി വിട്ടോണ്ട് പോയി പറഞ്ഞപ്പം കയറ്റി വിടാൻ പറഞ്ഞു. അപ്പൊ അയാൾക്കും സന്തോഷം, ശത്രുവിന്റെ ശത്രു മിത്രമല്ലേ, അതുകൊണ്ട് അയാൾക്കും സന്തോഷമായി. അപ്പൊ ഇവര് പോയി അവിടെ ഇരുന്ന് അങ്ങ് സുഖിപ്പിച്ചങ്ങ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് അന്നേ അറിയാം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞിട്ട് അപ്പം കൊല്ലാനുള്ള ഒരു ഇത് കിട്ടണ്ടേ. അപ്പം ആയുധം കൊണ്ട് കയറാൻ പറ്റത്തില്ലല്ലോ, ഒരു മുട്ടുസൂചി പോലും കൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര പുരാവസ്തുവൊക്കെ പഴയ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ട് പിന്നെ അവരുടെ അടുത്ത് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പഴയ വാള്, പഴയ പുരാതന വാളും അത് ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഉണ്ടോ, അതൊന്ന് നിങ്ങൾക്ക് കൊണ്ടുതരാം, അത് പണയം വെച്ച് ഞങ്ങൾ കുറച്ച് പിന്നെ ഞങ്ങൾക്ക് ആഹാരം തരണം, ഒന്നുമില്ലാതെ നിവൃത്തിയില്ലാതെ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങളുടെ പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് പണയം വെക്ക്, പെൺമക്കളെ ഭാര്യമാരെയൊക്കെ കൊണ്ടുവന്ന് എനിക്ക് പണയം വെക്ക്, ഞങ്ങൾ ആഹാരം തരാമെന്ന്. അപ്പൊ അതിൽ നിന്നൊക്കെ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു ഇവര്. പിന്നെ ഞങ്ങൾക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞങ്ങളെ ആൾക്കാരെ ആക്ഷേപിക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ അവസാനം ഈ വാളും ഇതൊക്കെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നെ ഇവരെ വിട്ടു. ശരി, ഞങ്ങളത് പോയിട്ട് എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ അവർ വന്നു. രാത്രിയിൽ ഇതൊക്കെ ഒരു തുണിയിലൊക്കെ പൊതിഞ്ഞ്. അപ്പം രാജാവ് ഇയാളെ പറഞ്ഞേക്കുന്നതല്ലേ, നേതാവ് പറഞ്ഞേക്കുന്നതല്ലേ, അതുകൊണ്ട് പാറാവുകാർ പറഞ്ഞു വിട്ട്. അങ്ങനെ ഇത് തുണിയിൽ പൊതിഞ്ഞ് പതുക്കെ അകത്ത് കയറിയ ഉടനെ ഭയങ്കരമായ മണം. അപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ഒരു ഐഡിയ എടുത്തു. ഇത് ഭയങ്കര അത്രമാണല്ലോ, ഏറ്റവും കൂടി ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സുഖിപ്പിച്ച്. അപ്പോൾ പറഞ്ഞു ഇത് അങ്ങനത്തെ പ്രത്യേകമായ അത്രമാണെന്നൊക്കെ പറഞ്ഞ് അയാളങ്ങനെ പൊങ്ങി. അപ്പോൾ ആ തലയൊന്ന് കുനിക്കാവോ, എനിക്ക് തലയിലാണല്ലോ ഫുള്ള് പുരട്ടിയിരിക്കുന്നത്, ഒന്ന് മണപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതിനെന്താ വിളിച്ചൊരാലോ എന്ന് പറഞ്ഞു. തല ഇങ്ങോട്ട് കുനിച്ചത് മുടിയിൽ കുത്തി അങ്ങ് പിടിച്ചൊരാൾ, നേരത്തെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നേ. അടുത്ത ആള് വാളൂരി പെടലിക്ക് ഒറ്റ വെട്ട്. ഇരുട്ടാണല്ലോ, ചെന്നപ്പം ഭാര്യയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് നമ്മുടെ കൂട്ടുകാർ വരുന്നു, നീ അകത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് അതിനെ പറഞ്ഞയച്ചു. അപ്പോൾ ആ ഭാര്യ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്തോ ഒരു രക്തം മണക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്ത് പന്തികേട് തോന്നുന്നു എന്നൊക്കെ. അതൊന്നുമില്ല, ഇവരൊക്കെ നമ്മുടെ വലിയ അടുത്ത ആൾക്കാരാണെന്നും പറഞ്ഞ് പറഞ്ഞയച്ചതാ. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞപ്പം പിന്നെ ബഹളമായി, എന്താ സംഭവിച്ചതെന്നറിയാതെ. അങ്ങനെ ഇവർ പെട്ടെന്ന് പോയി മതിൽ ചാടി ഒരു സഹാബിയുടെ കാലൊക്കെ ഒടിഞ്ഞ്. പിന്നെ അദ്ദേഹത്തിനെ താങ്ങിക്കൊണ്ട് ബാക്കി എല്ലാവരും എന്തായാലും അവിടുന്ന് രക്ഷപ്പെട്ട് ഇങ്ങ് വെളിയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതി തടയുകയൊക്കെ ചെയ്തപ്പോൾ കാല് പഴയതുപോലെ അങ്ങായി, കുഴപ്പമില്ലാതായി. അങ്ങനെ ആണ് ഇദ്ദേഹത്തിനെ കൊല്ലുന്നത്. അയാളുടെ കോട്ടയാണ്, ഇവിടെ വെച്ചാണ് ആ സംഭവം നടക്കുന്നത്. കോട്ടയ്ക്കുള്ളിൽ വെച്ചാണ് ഈ കോട്ട. ആ വലിയ പാറ വെച്ച് കെട്ടിയേക്കുന്ന മതിലുകൾ കണ്ടോ, അല്ല അതിന്റെ ഭിത്തിയൊക്കെ കണ്ടോ. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു നാല് തവണ ചോദിച്ചിട്ട് അദ്ദേഹം ഏറ്റെടുക്കല് ചെയ്യണം. അഷ്റഫ് ജൂത നേതാവ്.